35-കാരിയെ കൊന്നു പെട്ടിയിലാക്കി കാമുകൻ. വിവാഹിതയായ യുവതിയെ കൊന്നത് കാമുകന്റെ അമ്മാവനുമായി ലൈംഗിക ബന്ധം വിസമ്മതിച്ചപ്പോൾ. ഡൽഹിയിലെ മംഗോൾപുരിയിലെ പത്തർ മാർക്കറ്റിന് സമീപമാണ് ഈ സംഭവം നടക്കുന്നത്. മംഗോൾപുരിയിൽ തന്നെ താമസിക്കുന്ന ബീഹാർ സ്വദേശിനിയാണ് ഈ കൊല്ലപ്പെട്ട യുവതി. കിടക്കകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ബോക്സ് ഉണ്ട് അവിടെ. ആ ബോക്സിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പേയിങ് ഗസ്റ്റായി താമസിക്കാൻ നൽകുന്ന ഒരു മുറി, ആ അപ്പാർട്ട്മെന്റിലായിരുന്നു ആ കൊലപാതകം. 22 വയസ്സുള്ള അവളുടെ കാമുകൻ ദീപക്, 52 വയസ്സുള്ള അമ്മാവൻ ജോഗീന്ദർ, അമ്മാവന്റെ സുഹൃത്ത് ബോബി എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ പെൺകുട്ടി അവൾ വിവാഹിതയും 3 മക്കളുടെ അമ്മയുമാണ്. വീടുകളിൽ ജോലിയെടുത്ത് കഴിഞ്ഞിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ. ദീപക്കും വിവാഹിതനാണ്. രാത്രി 11 മണിയോടുകൂടിയാണ് കൊലപാതക വിവരം ആ യുവതിയുടെ വീട്ടുകാർ അറിയുന്നതെന്ന് അവളുടെ ഭർത്താവ് പറയും. मैं काम पे से आया था तो ये ट्यूशन अपनी लड़की को छोड़ने गई थी. फिर 4 बजे से उसका कुछ पता नहीं है. फिर सर हमें 11 बजे पता चल रहा है कि तो उधर से हम ढूंढने गए तो वहाँ से पता चला कि उसका मर्डर हो चुका है. और उसके बाद कोई जानकारी नहीं हुई. फिर इधर से इधर थाने के से उधर भागा दौड़ी कर रहे हैं. शादी को कितना समय हुआ आपको? 18 साल हो गए. कितने बच्चे हैं आपके? 3 बच्चे हैं. क्या कुछ पता चलता है कैसे मौत हुई, क्या हुआ? नहीं सर, नहीं कुछ पता नहीं. कोई काम से मतलब घर से मतलब रखता था और कोई बॉडी मिली जब पता चला कि यहाँ मर्डर हो गया. हाँ जी पता चल रहा है कि जीवलोक में ठेया लगाता था मीट वाला, उसने मारा है. क्यों मारा है? कोई दुश्मनी पुरानी? कोई दुश्मनी नहीं है. क्या कुछ ऐसा पता लगा आपको कि कभी इसका घर पे आना जाना रहा हो? नहीं सर. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏതാണ്ട് 4:30-ക്കാണ് ഈ യുവതിയും അവളുടെ കാമുകൻ ദീപക്കും ഈ PG അക്കോമഡേഷനിൽ മുറിയെടുക്കുന്നത്. ദീപകിന്റെ ഒരു സുഹൃത്തിൻ്റെതാണ് ആ കെട്ടിടം. കുറച്ചു നേരത്തേക്ക് ആ മുറിയൊന്ന് വേണം എന്നാവശ്യപ്പെട്ടാണ് ദീപക് ആ മുറിയെടുക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദീപക് മാത്രം അവിടെ നിന്ന് പുറത്തേക്ക് പോയി. കെട്ടിട ഉടമയ്ക്ക് സംശയം തോന്നി. അങ്ങനെ ആ മുറിയുടെ സമീപമെത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. മാത്രമല്ല, ഉള്ളിൽ ഒരു പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു കാല് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഉടൻ തന്നെ അയാൾ പോലീസിനെ വിവരം അറിയിച്ചു. കുട്ടികളെ ട്യൂഷന് വിട്ട ശേഷമാണ് ദീപകിനൊപ്പം ആ യുവതി PG റൂമിൽ എത്തിയതെന്നാണ് കുടുംബം പറയുന്നത്. उसके ट्यूशन पहुँचे तो वहाँ पर पहले से ही पुलिस वाले वहाँ आए हुए थे. उसके लड़के के घर पे जिसने हमला किया है तो उसको पकड़ के लेके गए. फिर पुलिस वाले ने हमें नहीं बताया कि तुम्हारी लेडीज़ का मर्डर हो गया. उन्होंने हमें B ब्लॉक मंचरी में बिठा के रखा 11 बजे तक. जब वहाँ की कॉलोनी की लेडीज़ सब बातें करने लगी तब मैं पूछने लगी क्या हुआ, तो कह रही वहाँ पर एक लेडीज़ का मर्डर हो गया है. मंगोलपुरी यहाँ पर थाने के कमरे के अंदर फैसला फैला के उसको लेके गया फ़ोन करके और उसका मर्डर किया है. सर मिलेगी आप क्या लगती है? ननद हो सर. क्या करती थी वो? काम वगैरह करती थी? हाँ नहीं सर, वो कोठियों में काम करती थी. 4-5 घर काम करके 12 बजे तक आ जाती थी. उसके बाद लड़के को स्कूल छोड़ती थी और 4 बजे लड़की को ट्यूशन. सर वो 4 बजे घर निकली, उसके बाद सर वो आई नहीं. നിലത്തിട്ട് ചവിട്ടി ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം. ആ യുവതിയുടെ നെറ്റിയിലും മുഖത്തുമൊക്കെ പരിക്കേറ്റ പാടുകളുണ്ട്. അമ്മാവൻ ജോഗീന്ദറും അയാളുടെ സുഹൃത്ത് ബോബിയും ഈ സമയം ആ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ദീപകിനെ രക്ഷപ്പെടുത്തിയതും ഇവരാണെന്നാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക് സംഘം മുറിയിൽ പരിശോധന നടത്തി കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.